ലവ്ലി റണ്ണറിന്റെ എപ്പിസോഡ് 4 ആരംഭിക്കുകയാണ്. അതിലാകട്ടെ സോളൊരു അപകടത്തിലൊക്കെ പെടുമ്പോഴത്തേക്കും സോളിനെ രക്ഷിക്കുന്നത് തന്നെ സഞ്ജയ് ആയിരുന്നു. പക്ഷെ എന്തിനാണ് നിങ്ങൾ എന്നെ രക്ഷിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോള് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. ഈ ഒരു സോൾ ആകട്ടെ നമ്മുടെ ടീനേജർ ആയിട്ടുള്ള സോളാണ്. അതിനുശേഷം സഞ്ജയ് സോളിനെ കാണുന്നത് കോൺസേർട്ട് ഒക്കെ നടന്ന ദിവസമായിരുന്നു. സോളിനെ കാണുമ്പോൾ തന്നെ ഇവൾക്ക് ഒരു മാറ്റവും വന്നില്ലല്ലോ എന്നൊക്കെ സഞ്ജയും ഓർക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സോൾ അല്ലല്ലോ നമ്മുടെ സോള്. അതുകൊണ്ട് തന്നെ അവൾക്കും സഞ്ജയനെ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല. അവൾക്കും സഞ്ജയനെ ഓർമ്മയില്ല എന്ന് മനസ്സിലാക്കുന്ന സഞ്ജയും അവളുടെ കയ്യിലേക്ക് ഒരു ഹോട്ട് പാഡൊക്കെ വെച്ചു കൊടുക്കുന്നു. ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്. ഈ ഒരു ലോകത്ത് നിങ്ങൾ ജനിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു എന്നൊക്കെ സോള് പറയുമ്പോഴത്തേക്കും അതേ കാര്യം തന്നെ ആയിരുന്നു സഞ്ജയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതായത് സോളും ഈ ഒരു ലോകത്ത് ജനിച്ചതിൽ അവനും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഞാൻ നിനക്ക് ലിഫ്റ്റ് തരട്ടെ എന്നൊക്കെ സഞ്ജയ് ചോദിക്കുമ്പോഴത്തേക്കും ഹ്യുൻജുവും അവിടെ എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹ്യുൻജുവിന്റെ ഒപ്പമൊക്കെ സഞ്ജയും അവളെ പറഞ്ഞു വിടുന്നതിന് മുമ്പായിട്ട് തന്നെ സഞ്ജയുടെ കയ്യിലുണ്ടായിരുന്ന കുട കൂടി അവൾക്ക് നൽകുന്നു. നിനക്കിതൊക്കെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സോളും കയ്യിലുണ്ടായിരുന്ന മിഠായിയൊക്കെ സഞ്ജയ്ക്ക് നൽകുകയാണ്. അപ്പോഴാകട്ടെ പണ്ടും സോൾ ഇതുപോലെ തനിക്ക് മിഠായിയൊക്കെ തന്നതിനെ കുറിച്ചും അവൻ ഓർക്കുന്നു. ഹ്യുൻജുവും അവളെ കൊണ്ട് പോകുമ്പോഴത്തേക്കും സഞ്ജയ് ആകട്ടെ ആ ഒരു വണ്ടിനെ പിന്തുടർന്നുകൊണ്ട് സോളിന്റെ വീട്ടിലേക്കും എത്തുകയാണ്. അവളും വീട്ടിലൊക്കെ കയറുന്നത് മനസ്സിലാക്കിയതിനു ശേഷമാണ് സഞ്ജയും പോകുന്നത്. ഇനി സഞ്ജയും ഹോട്ടൽ റൂമിലൊക്കെ നിൽക്കുകയാണ്. അവന്റെ ഫോണിലേക്ക് ഒരുപാട് കോൾസ് വരുന്നു. ഒടുവിലായിട്ട് ആ ഒരു ഡോറിൽ ആരോ ഒരാൾ കോളിംഗ് ബെല്ലും അടിക്കുന്നു. പിന്നീട് അവൻ വെള്ളത്തിലേക്ക് വീഴുന്ന ശബ്ദമൊക്കെയാണ് കേൾപ്പിക്കുന്നത്. അതായത് സോൾ ഇപ്പോൾ ടൈം ട്രാവൽ ചെയ്തിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു മാറ്റങ്ങൾക്ക് ശേഷമുള്ള സീൻസ് ആയിരുന്നു ഇതെല്ലാം തന്നെ. സോളും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണു തുറക്കുമ്പോഴത്തേക്കും 2023 അവളും മനസ്സിലാക്കുന്നു. അവളുണ്ടായിരുന്ന അതേ ഹോസ്പിറ്റലിലേക്കാണ് സഞ്ജയനെ കൊണ്ടുപോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്ന അവളും സഞ്ജയനെ കാണുവാനായിട്ടൊക്കെ എത്തുന്നു. സഞ്ജയ് മരിച്ച വിഷമത്തിൽ കരയുന്ന അച്ഛനെയും കൂടെയുള്ള ബാൻഡിലെ ആളുകളെയും സോളും കാണുകയാണ്. സോളും അതുവഴി തിരിച്ചു പോകുമ്പോഴത്തേക്കും ഇൻഹുക്കും അവളെ കാണുന്നു. പിന്നീടാകട്ടെ സിയോയും അതുവഴി പോകുന്നതൊക്കെ സോൾ കാണുന്നുമുണ്ട്. പോലീസും ഈ ഒരു ഫോട്ടോ ഒക്കെ സഞ്ജയുടെ അടുത്ത് നിന്നും കിട്ടിയതാണെന്ന് പറഞ്ഞ സോളും സഞ്ജയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ഒക്കെ സോളിനും കാണിച്ചു കൊടുക്കുന്നു. മാത്രല്ല ഇൻഹുക്ക് നിന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ താൻ കണ്ടതൊന്നും തന്നെ സ്വപ്നമായിരുന്നില്ല, മറിച്ച് തനിക്ക് ഫ്യൂച്ചർ തന്നെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്ന വിശ്വാസവും സോളിന് ഇപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നു. സോൾ ഒന്നും കൂടി തിരിച്ചു പോകുകയാണെങ്കിൽ ഒരു പക്ഷെ അവനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുന്ന സോളും അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയിട്ട് എവിടെ വെച്ചായിരുന്നോ ടൈം ട്രാവൽ ഒക്കെ സംഭവിച്ചത് അതേ സ്ഥലത്തെത്തി വാച്ചിലൊക്കെ ഞെക്കി നോക്കുന്നു. പക്ഷെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പിറ്റേ ദിവസം ആകുമ്പോഴും സോൾ ഇതുപോലെ ടി വി ഒക്കെ നോക്കി ഇരിക്കുകയാണ്. എല്ലായിടത്തും സഞ്ജയുടെ വാർത്തകളായിരുന്നു ഉണ്ടായിരുന്നത്. സിയോയും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുമുണ്ട്. ഇപ്പോൾ സോളും അവളുടെ പണ്ടത്തെ ഡയറിയൊക്കെ തുറന്നു നോക്കുകയാണ്. അതിന്റെ അകത്ത് സോളും സഞ്ജയും ഒന്നിച്ചുള്ള ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ കണ്ടുമുട്ടിയപ്പോഴത്തേക്കും നിന്നെ ഞാൻ ഓർത്തിരിക്കുകയായിരുന്നെങ്കിൽ, നിന്നെ ഞാൻ പറഞ്ഞയക്കാതിരിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും നിനക്കിങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു എന്നൊക്കെ അവളും ഓർക്കുന്നു. അങ്ങനെ അവൾ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കുമാണ് ഇൻഹുക്കിന്റെ അടുത്ത് നിന്നും അവൾക്കൊരു കോളൊക്കെ വരുന്നത്. ഇന്നലെ നീ സഞ്ജയനെ കണ്ടുമുട്ടിയതല്ലേ, അവനും നിന്റെ അടുത്ത് എങ്ങനെയായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്? അവൻ മരിക്കുവാനായിട്ട് പോകുകയാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അവനും നിന്നോട് ക്ഷമ ചോദിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇൻഹുക്കും പറഞ്ഞ് കരയുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ കോളും കട്ടാക്കുന്നു. ഇനി ഇൻഹുക്കിനെ തിരിച്ചു വിളിക്കുവാനായിട്ടൊക്കെ സോൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കോളും പോകുന്നുണ്ടായിരുന്നില്ല. അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്നൊന്നും മനസ്സിലാക്കാതെ സോളും ഇരിക്കുന്നു. അപ്പോഴാണ് 12 മണിയൊക്കെ ആയിട്ട് പെട്ടെന്ന് അവളുടെ വാച്ചിലും ഒരു ലൈറ്റൊക്കെ തെളിയുന്നത്. അപ്പോൾ തന്നെ അവളും വാച്ചിലൊക്കെ ഞെക്കി നോക്കുന്നു. ടീനേജർ ആയിട്ട് അവൾ മടങ്ങി എത്തിയിരിക്കുന്നു. ഒരു പൂജയൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കാണ് അവളും എത്തുന്നത്. അങ്ങനെ ഇരിക്കെ പൂജയൊക്കെ നടത്തുന്ന മന്ത്രവാദിനിയാകട്ടെ, നീ വീണ്ടും തിരിച്ചെത്തിയോ, പെട്ടെന്ന് തന്നെ ഈ ഒരു ബോഡിയിൽ നിന്നും ഇറങ്ങി പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെയും തല്ലുകയാണ്. അവളും ഞാനൊരു പ്രേതമല്ല എന്നൊക്കെ മന്ത്രവാദിനിയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും സോൾ തന്നെ ആയിരുന്നു മന്ത്രവാദിനിയുടെ അടുത്ത് ചെന്നിട്ട് അവൾക്ക് കുറച്ചു ദിവസത്തെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു എന്നും ഏതോ ഒരു പ്രേതം അവളുടെ ഉള്ളിൽ ഉണ്ട് എന്നും മന്ത്രവാദിനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയതും. ഞാൻ കുറെ സ്ട്രെയിൻ ചെയ്ത് പഠിച്ചത് കൊണ്ട് തന്നെ ചെറിയൊരു ഓർമ്മക്കുറവൊക്കെ വന്നതാണ്. എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു എന്നാണ് അവളും അമ്മയോടും മുത്തശ്ശിയോടും പറയുന്നത്. സഞ്ജയനെ കാണുന്ന സോളും സഞ്ജയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് 19 വയസ്സുണ്ടായിരുന്ന സോൾ ചെയ്ത കാര്യങ്ങളൊക്കെ അവൾക്കും ഓർമ്മ വരുന്നത്. എനിക്ക് നിന്നോടൊരു കാര്യമൊക്കെ പറയുവാനുണ്ട് എന്ന് സഞ്ജു പറഞ്ഞ സമയത്ത് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്നെ വളയ്ക്കുവാനൊന്നും നീ നോക്കേണ്ട എന്നായിരുന്നു സോള് മറുപടി നൽകിയത്. അങ്ങനെ ഇരിക്കെ സഞ്ജയും അവളുടെ കയ്യിലൊക്കെ ഒന്ന് പിടിക്കുമ്പോഴത്തേക്കും എന്റെ കയ്യിൽ നിന്ന് വിടറ വായി നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും കയ്യിലുണ്ടായിരുന്ന ബാഗ് വെച്ചൊക്കെ സഞ്ജയ്ക്കിട്ടും തല്ലിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ നമ്മുടെ സോളും ഇതെല്ലാം തന്നെ ഓർത്തെടുക്കുകയാണ്.
സഞ്ജയും സോളിനെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ മൈൻഡ് ചെയ്യാതൊക്കെയാണ് പോകുന്നത്. സോൾ പിന്നീട് ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കുമാണ് ഈ ഒരു സംഭവമൊക്കെ നടന്നിട്ട് 10 ദിവസമായെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ 2023 സോള് വന്ന് പോയതിനു ശേഷം 10 ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും അവൾ തിരിച്ചെത്തുന്നത്. എത്ര ദിവസം ഇവിടെ നിന്നതിന് ശേഷമായിരിക്കും വീണ്ടും 2023 പോകുക എന്നൊന്നും സോളിന് ഉറപ്പില്ല. എങ്കിൽ പോലും ഇപ്പോൾ കിട്ടിയ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്റെ മാക്സിമം ആയിട്ട് ഉപയോഗിച്ച് ഫ്യൂച്ചറിനെ മാറ്റിമറിക്കുവാനായിട്ട് അവളും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. സോളും പിന്നീട് സഞ്ജയനെ കാണുവാനായിട്ടൊക്കെ എത്തുകയാണ്. സഞ്ജയ് അവളെ മൈൻഡ് ചെയ്യാതെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവന് വായിക്കുവാനായിട്ട് കുറേയധികം ബുക്സ് ഒക്കെ ആയിട്ടായിരുന്നു അവളും എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കൈക്കൊക്കെ എക്സസൈസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മെഷീൻ കൂടി അവളുടെ കയ്യിലും ഉണ്ടായിരുന്നു. നീ എന്തുകൊണ്ടാണ് പെട്ടെന്ന് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് സഞ്ജയ് ചോദിക്കുമ്പോഴത്തേക്കും സോളിനും അത് ഞാൻ ആയിരുന്നില്ല. കഴിഞ്ഞ ദിവസം നീ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 19 വയസ്സുള്ള സോളിനെ ആയിരുന്നു. പക്ഷെ ഞാനാകട്ടെ 2023 നിന്നും ടൈം ട്രാവൽ ചെയ്ത് നിന്നെ രക്ഷിക്കുവാനായിട്ട് എത്തിയ സോളാണെന്നൊക്കെ പറയണമെന്ന് അവൾക്കുണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ പറഞ്ഞാൽ അവൾക്ക് വട്ടാണെന്നായിരിക്കുമല്ലോ അവന് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ അവളും ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. പക്ഷെ അപ്പോഴാണ് അവൾക്ക് മറ്റൊരു ഐഡിയ തോന്നുന്നത്. അങ്ങനെ ഇരിക്കെ അവളും അത് ഞാനായിരുന്നില്ല, മറിച്ച് എന്റെ ശരീരത്തിൽ ഒരു ഗോസ്റ്റ് ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗോസ്റ്റ് ആണ് നിന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പോൾ അതെല്ലാം തന്നെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മന്ത്രവാദിനി കൊടുത്തിട്ടുണ്ടായിരുന്ന പേപ്പറൊക്കെ അവളും സഞ്ജയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ സഞ്ജയ് അവിടെ നിന്ന് നടക്കുമ്പോഴത്തേക്കും അവളും കാല് തെറ്റിയൊക്കെ വീഴുകയാണ്. സഞ്ജയ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ടൈസങ്ങും വീണ് കിടക്കുന്ന അവളെ എണീപ്പിക്കുന്നു. നിനക്ക് എന്തെങ്കിലും മുറിവൊക്കെ പറ്റിയോ എന്നൊക്കെ ടൈസങ് ചോദിക്കുമ്പോഴത്തേക്കുമാണ് ടൈസങ്ങിനെ ഡേറ്റ് ചെയ്തോളാം എന്നൊക്കെ 19 വയസ്സുള്ള സോൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ അവളും ഓർക്കുന്നത്. അങ്ങനെ അവൾ ഞെട്ടി നിൽക്കുമ്പോൾ തന്നെ ടൈസങ്ങും അവളെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇനി ഇൻഹുക്കാകട്ടെ ഈ ഒരു കാഴ്ച ഒന്നും തന്നെ കാണാതിരിക്കുവാനായിട്ട് സഞ്ജയുടെ കണ്ണുപോലും പൊത്തുന്നുമുണ്ട്. സോളും ടീനേജിലെ സോള് ടൈസങ്ങിന് വേണ്ടി അയച്ച മെസ്സേജസ് ഒക്കെ വായിച്ച് ക്രിഞ്ച് അടിച്ചിരിക്കുകയാണ്. സോളിന്റെ മുറിവൊക്കെ നോക്കിയതിനു ശേഷം നീ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണമെന്നാണ് ടൈസങ് പറയുന്നത്. ഒന്നാമത്തെ ആകട്ടെ ടൈസങ്ങിന്റെ കൈ വെച്ചിട്ട് ആ ഒരു മുറിവ് ഇല്ലാതാക്കുക എന്നത്, രണ്ടാമത്തേത് ഊതി ഊതി അത് ഇല്ലാതാക്കുക എന്നത്. പക്ഷെ ടൈസങ്ങിനോട് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ആയിരുന്നു സോൾ പറയുന്നത്, അതായത് അവന്റെ വാ അടച്ചു വെക്കുവാനായിട്ട്. ടൈസങ് ഇപ്പോൾ അവളുടെ കാലിൽ ബാൻഡേഡ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നു. സോളിന്റെ സംസാരത്തിലെ മാറ്റമൊക്കെ ശ്രദ്ധിക്കുന്ന ടൈസങ് ആകട്ടെ ഇന്നലത്തെ സോൾ അല്ലല്ലോ ഇന്നുള്ള സോൾ എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി തിരിച്ചെത്തിയോന്നും അവൻ ചോദിക്കുന്നു. മുത്തശ്ശി എന്ന് പറയുന്നത് നേരത്തെ അവൾ ഒരു സന്യാസ വേഷമൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് മുതൽ ടൈസങ് അവളെ മുത്തശ്ശി എന്നൊക്കെയാണ് വിളിക്കുന്നത്. നിനക്ക് ശരിക്കും സോളിനെ ഇഷ്ടമൊന്നും അല്ലല്ലോ അല്ലേ എന്നൊക്കെ സോൾ ചോദിക്കുമ്പോഴത്തേക്കും ടൈസങ്ങും അവൾ എന്റെ ഹൃദയത്തിലാണ് ഉള്ളതെന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിന് എതിരാണെന്നൊക്കെ സോൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ സോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഇതിന് ശേഷം വരുന്ന ടീനേജ് സോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ സോളും നിൽക്കുന്നു. സഞ്ജയുടെ അച്ഛനും സോളിന്റെ പാത്രമൊക്കെ തിരിച്ചു കൊടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. സോളിന്റെ വീട് അന്വേഷിച്ചൊക്കെ സഞ്ജയുടെ അച്ഛൻ വരുമ്പോഴത്തേക്കും നേരെ നമ്മുടെ അമ്മയുടെ മുമ്പിലേക്കൊക്കെയാണ് ചെന്ന് വിടുന്നതും. പക്ഷെ ആ ഒരു അമ്മയുടെ മകളാണ് സോൾ എന്ന കാര്യം അപ്പോൾ മാത്രമായിരുന്നു സഞ്ജയുടെ അച്ഛൻ മനസ്സിലാക്കുന്നതും. എന്റെ മകൾ ഈ ഒരു പാത്രമൊക്കെ എടുത്തോണ്ട് പോയിട്ട് കുറെ നാളായല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് വൈകിയതെന്നൊക്കെ ആയിരുന്നു അമ്മയും അച്ഛനോട് ചോദിക്കുന്നത്. അച്ഛനാകട്ടെ വൈകിട്ടുണ്ടെങ്കിൽ പോലും പാത്രമൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയിട്ടാണ് തിരിച്ചു വെക്കുന്നതെന്നും പറയുന്നു. പിന്നെ നിങ്ങൾ രഹസ്യമായിട്ട് ആ ഒരു ടേപ്പൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, $15 ആയിരുന്നു നിങ്ങൾ എനിക്ക് നൽകിയത്. ശരിക്കും $18 തരേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ $3 കൂടി ഇങ്ങ് താന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും അച്ഛന്റെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണ്. പക്ഷെ അച്ഛനാകട്ടെ ആ ഒരു ടേപ്പ് വെച്ചത് താനല്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. അച്ഛൻ അങ്ങനെ പിറകോട്ടൊക്കെ നടക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന റോസിന്റെ മുള്ളൊക്കെ അച്ഛന്റെ ദേഹത്തേക്കും കൊണ്ടുകയറുന്നു. ചേട്ടനും ഇപ്പോൾ അഭിനയിക്കുവാനായിട്ട് ഒരു സന്ദർഭമൊക്കെ ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ചേട്ടനും ഒരു ഡെന്റിസ്റ്റ് ആയിട്ടൊക്കെ അഭിനയിക്കുന്നു. അടുത്തുണ്ടായിരുന്ന കോഫിയൊക്കെ കുടിച്ച് നന്നായിട്ടൊന്ന് പുഞ്ചിരിക്കുക എന്നതായിരുന്നു അവന്റെ റോള്. അവനും കോഫിയൊക്കെ കുടിച്ച് ചിരിക്കാൻ നേരത്താണ് അവന്റെ ഫ്രണ്ടിലത്തെ പല്ലൊക്കെ ഇളക്കി ആ ഒരു കോഫിക്കകത്തേക്കും വീഴുന്നത്. അതായത് അവൻ വെപ്പുകലൊക്കെ ആയിരുന്നല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് അടർന്ന് വീണിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ റോള് നഷ്ടപ്പെടുന്നു. എന്റെ ഫ്രണ്ടിലത്തെ പല്ലൊക്കെ തിരിച്ചു താഴെയെന്ന് പറഞ്ഞ് ഹിഞ്ചുനും അവൻ മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. ഇനി ഹിഞ്ചുനാകട്ടെ ഈ ഒരു സ്ട്രെസ് ഒക്കെ കാരണം ടോയ്ലറ്റിൽ പോകാൻ പോലും സാധിക്കാതെ ഇരിക്കുകയുമാണ്. ഇപ്പോൾ ആകട്ടെ ഇൻഹുക്കിനെ കാണുവാനായിട്ട് സോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇൻഹുക്കിന്റെ അടുത്ത് സോൾ പറയുന്നത് ഇങ്ങനെയാണ്: 2023 സമയത്തൊക്കെ നിനക്ക് എന്നോട് എന്തെങ്കിലും കാര്യം തുറന്നു പറയുവാനായിട്ട് തോന്നുകയാണെങ്കിൽ നീ അത് അപ്പോൾ തന്നെ പറയണം, അല്ലാതെ പറയുവാനായിട്ട് മടിച്ചു നിൽക്കരുത്. സഞ്ജയ് മരിച്ചതിന് ശേഷം സോളിനെ കണ്ടിട്ട് സോളിനെ കോൾ ചെയ്തതിന് ശേഷം അവനും എന്താണ് കാര്യമെന്ന് കൃത്യമായി പറയാതെ കോളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് സോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ നീ ഓഡീഷന് പോകുന്ന സമയത്ത് സഞ്ജയനെ കൂട്ടിക്കൊണ്ട് പോകരുതെന്നും കൂടി സോൾ പറയുന്നു. എൻഹുക്കിന് കാര്യം എന്താണെന്നൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ അവനോട് മറ്റൊരു രീതിയിലേക്കാണ് അവൾ പറഞ്ഞു കൊടുക്കുന്നത്.
നീ സഞ്ജയനെ പോലെ ഹാൻസം ആയിട്ടുള്ള ഒരാളെയൊക്കെ ഓഡീഷനും കൊണ്ടുപോവുകയാണെങ്കിൽ സഞ്ജയ് സിമ്പിൾ ആയിട്ട് ജയിച്ചു പോകും. പക്ഷേ ജീവിതകാലം മുഴുവൻ ഈ ഒരു ഓഡീഷന് വേണ്ടി മാറ്റിവെച്ച നിനക്കാകട്ടെ അതിൽ വിജയിക്കുവാനും സാധിക്കുകയില്ല. നിനക്ക് സഞ്ജയുടെ ജീവനൊക്കെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും അവനെയും കൂട്ടിക്കൊണ്ട് ഓഡീഷന് പോകരുത് എന്നൊക്കെ സോൾ പറഞ്ഞിട്ട് പോകുവാൻ നോക്കുമ്പോഴത്തേക്കും ഇൻഹുക്കും നീയും സഞ്ജയുടെ പുറകെ വരരുതെന്നൊക്കെ അവളോട് പറയുകയാണ്. സഞ്ജയൻ പഠിക്കുവാനായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അതുവഴി ഹ്യുൻഗു എത്തുന്നു. ഹ്യുൻഗും അവനോട് മോശമായിട്ടൊക്കെ സംസാരിക്കുകയാണ്. അതായത് ഇനി നിനക്ക് സ്വിം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ, പഠിത്തം മാത്രമേ നിനക്ക് ഇനി സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുന്നൊക്കെ ഹ്യുൻഗുവും പറയുന്നു. നീയെങ്കിലും നല്ല രീതിയിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുക, അല്ലാതെ എന്നെ പോലെ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ഈ ഒരു പണിക്ക് പോകുകയാണെങ്കിൽ എന്റെ അവസ്ഥ നിനക്ക് ഉണ്ടാകുമെന്ന് സഞ്ജയ് അവനോട് പറയുകയാണ്. പക്ഷെ ഹ്യുൻകൂൻ അതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നിന്റെ മരിച്ചുപോയ അമ്മയുടെ വലിയ ആഗ്രഹമല്ലായിരുന്നു നീയും നാഷണൽ ടീമിൽ കയറണമെന്നത്. പക്ഷെ ഇനിയാകട്ടെ നിനക്ക് ഒരിക്കലും അതിനെ സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ അടക്കൊക്കെ നടത്തിയ സ്ഥലത്ത് പോയിട്ട് അമ്മയോട് നീ മാപ്പ് ചോദിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഹ്യുൻകു പറയുന്നു. സഞ്ജയ്ക്കും അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം തോന്നി അവനെ തല്ലുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് സഞ്ജയനെ പിടിച്ചു മാറ്റുവാനും നോക്കുന്നു. പക്ഷെ അതൊക്കെ വെറുതെ വിടുവാനായിട്ട് സോൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. സോളും ഓടിച്ചെന്നിട്ട് ഹ്യുൻകുന്റെ തലക്കിട്ട് നോക്കി ഒരു ഇടിയൊക്കെ നൽകുകയാണ്. നീ ഇത്രയ്ക്ക് മോശപ്പെട്ട ആളാണെന്നൊക്കെ ഞാൻ അറിയുകയായിരുന്നെങ്കിൽ അന്ന് നീ സ്വിമ്മിംഗ് പാൻസ് ഒക്കെ മോഷ്ടിക്കാൻ വന്നില്ലേ, അന്ന് തന്നെ ഞാൻ നിനക്കിട്ട് നല്ലത് വെച്ച് തന്നേനെ. ഇനി മേലാൽ സഞ്ജയുടെ അടുത്ത് വഴക്കുണ്ടാക്കാനായിട്ട് നീ വന്നേക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോളും ആകെ ദേഷ്യപ്പെടുകയാണ് അവന്റെ അടുത്ത്. ഈ ഒരു സമയത്താണ് സിഗരറ്റിന്റെ പേരിൽ അവളെ പിടിച്ചിട്ടുണ്ടായിരുന്ന ടീച്ചറൊക്കെ അവിടെ എത്തുന്നത്. ടീച്ചറിനെ കാണുമ്പോൾ തന്നെ സോളും ജീവനും കൊണ്ട് ഓടുന്നു. അങ്ങനെ അവൾ നേരെ ഓടിച്ചെല്ലുന്നത് ആ ഒരു ബുള്ളി ടീമിന്റെ അടുത്തേക്കൊക്കെയാണ്. സോളിന്റെ മുടിയിലൊക്കെ പിടിച്ചുകൊണ്ട് ഗാഹ്യുണും ആകെ ദേഷ്യപ്പെടുകയാണ്. പക്ഷേ കാര്യമൊക്കെ മനസ്സിലാക്കുന്ന സോളാക്കട്ടെ, ഞാൻ ഇന്ന് തന്നെ ടൈസണുമായിട്ട് ബ്രേക്കപ്പ് ആക്കാം, അപ്പോൾ നിനക്കും ഹാപ്പി ആയിട്ട് അവന്റെ ഒപ്പം സ്നേഹത്തോടെ ജീവിക്കാൻ സാധിക്കുമല്ലോ എന്നൊക്കെയാണ് സോൾ പറയുന്നതും. പക്ഷേ ഇതിനു മുമ്പ് ഗാഹ്യുൺ അവളെ ചെന്ന് കണ്ട് ബ്രേക്കപ്പ് ആകുവാനൊക്കെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ടീനേജ് പ്രായമുള്ള സോളാകട്ടെ അന്ന് വളരെയധികം കരച്ചിലൊക്കെ ആയിരുന്നു നടത്തിയിട്ടുമുണ്ടായിരുന്നത്. ഗാഹ്യോണും ഈ ഒരു തവണ സോളിനെ വിശ്വസിക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. സോളും 3 വഴി എണ്ണുന്നതിന് മുമ്പായിട്ട് തന്നെ അവളോട് മുറിയിൽ നിന്ന് വിടുവാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഗാഹ്യോൺ അവളുടെ മുടിയിൽ തന്നെ മുറുക്കെ പിടിച്ചിരിക്കുമ്പോഴത്തേക്കും സോളും തിരിച്ച് അവളുടെ മുടിയിലൊക്കെ പിടിച്ചിട്ട് ഒരാൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരാളെ ബുള്ളി ചെയ്യുവാൻ നിനക്ക് നാണമില്ല എന്നൊക്കെയാണ് അവളുടെ അടുത്ത് ചോദിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ പിടിവലിയൊക്കെ നടത്തുന്നു. അപ്പോൾ അവിടെ എത്തുന്ന സിഒ ആയിരുന്നു അവരോട് വഴക്കൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുവാനായിട്ട് പറയുന്നത്. ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുന്ന സോളും നേരത്തെ സഞ്ജയ് മരിച്ച സമയത്ത് അവിടെ അവൻ എത്തിയിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും ഓർക്കുന്നു. സഞ്ജയുടെ മാന്യതയൊക്കെ സിഒ ആണ് അവനെന്ന് മനസ്സിലാക്കുന്ന സോളും അവന്റെ പിറകെയൊക്കെ പോകുവാനായിട്ട് നോക്കുകയാണ്. പക്ഷെ ആ ഒരു നേരം കൊണ്ട് തന്നെ സിഒയും ഇൻഹുക്കിനും സഞ്ജയ്ക്കും അവന്റെ കാർഡൊക്കെ കൊടുത്തിട്ടുമുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് സോൾ അവിടെ എത്തിയിരിക്കുന്നതൊക്കെ കാണുന്ന ഇൻഹുക്കും സഞ്ജയ് അത് കാണാതെ ഇരിക്കുവാനായിട്ട് അവനെ അടുത്ത ബസ്സിലൊക്കെ കയറ്റി വിടുന്നു. സോൾ ഇപ്പോൾ സഞ്ജയുടെ വീടിന് മുമ്പിലൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സോളും സഞ്ജയ് അവിടെ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും അച്ഛന്റെ അടുത്ത് അവൻ ഡ്രസ്സൊക്കെ മാറിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അതായത് സഞ്ജയും പോക്കറ്റിലേക്കൊക്കെ ആയിരുന്നല്ലോ സിഒ കൊടുത്ത കാർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാർഡൊക്കെ നശിപ്പിച്ച് കളയുക എന്നതായിരുന്നു സോളിന്റെ ദൗത്യം. പക്ഷെ സഞ്ജയുടെ അച്ഛന് ഏറ്റവും ഇഷ്ടമില്ലാത്തത് സോളിന്റെ അമ്മേനെയാണല്ലോ. സോ സോളാണ് അവരുടെ മകൾ എന്നൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഒരകലൊക്കെ പാലിക്കുവാനായിട്ടാണ് അച്ഛനും തീരുമാനിച്ചിട്ടുള്ളത്. അവളും വീടിനകത്തേക്കൊക്കെ വന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അച്ഛനും അവളെ അകത്തേക്ക് കയറ്റുന്നില്ല. അയ്യോ, എനിക്ക് ഭയങ്കരമായിട്ട് വയറ്റ് വേദനയൊക്കെ എടുക്കുന്നു, ഞാൻ ഇവിടുത്തെ ടോയ്ലറ്റ് ഒന്ന് യൂസ് ചെയ്തോട്ടെ എന്നൊക്കെ സോൾ ചോദിക്കുമ്പോഴത്തേക്കും അച്ഛനും നിനക്ക് നിന്റെ വീട്ടിലെ ടോയ്ലറ്റ് യൂസ് ചെയ്തോടെ എന്നൊക്കെ അവളോടും ചോദിക്കുകയാണ്. പിന്നെ അവളും ടോയ്ലറ്റിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ അച്ഛനും ഓടി ടോയ്ലറ്റിലേക്ക് പോകുന്നു. അച്ഛനും ഡോറൊന്നും ശരിക്കടയ്ക്കാതെ പോകുന്നത് കാണുന്ന സോളും ഒളിച്ചും പാത്തും ഒക്കെ വീടിനകത്തേക്കും കയറുകയാണ്. അങ്ങനെ അവളും വീടിനകത്ത് എത്തി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡോറൊക്കെ തുറന്നുകൊണ്ട് അച്ഛനും വെളിയിലേക്ക് ഇറങ്ങുന്നു. ഇനി അച്ഛനും അവളെ കാണാതിരിക്കുവാനായിട്ട് ഫ്യൂച്ചറിൽ നടക്കുന്ന കുറെ അധികം കാര്യങ്ങളൊക്കെ അവളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡ്രാമയിലൊക്കെ അഭിനയിക്കുന്ന ആരൊക്കെ തമ്മിലാണ് വിവാഹം കഴിച്ചതെന്ന കാര്യമൊക്കെ ആയിരുന്നു അവളും പറയുന്നത്. പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഫ്രീസായി പോകുന്ന അച്ഛന്റെ കണ്ണിൽ പെടാതെ അവളും ഓടി സഞ്ജയുടെ റൂമിലേക്കൊക്കെ കയറുന്നു. സഞ്ജയുടെ റൂമിൽ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഷർട്ടിൽ നിന്നും സിഒ കൊടുത്തിട്ടുണ്ടായിരുന്ന കാർഡൊക്കെ അവളും വലിച്ചു കയറി കളയുകയാണ്. പക്ഷെ അപ്പോഴേക്കും ഡോർ തുറന്ന് അച്ഛനും റൂമിന്റെ അകത്തേക്കൊക്കെ കയറുന്നു. പക്ഷെ അവളും അച്ഛന്റെ കണ്ണിൽ പെടാതിരിക്കുവാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന ആളുകളെ വിവാഹം കഴിച്ചു എന്നൊക്കെ വിളിച്ചു പറയുകയാണ്. ഈ ഒരു സമയത്ത് മൊത്തത്തിൽ ഫ്രീസായി പോകുന്ന അച്ഛന്റെ കണ്ണിലൊന്നും പെടാതെ അവളും കട്ടിലിന്റെ അടിയിലൊക്കെ പോയി ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.